പുറത്താണെന്ന് അറിഞ്ഞ പിന്നെ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമുണ്ടോ, ഇവിടെ എന്താ ജോലി, ഇവിടെ എന്താ ചെയ്യുന്നത്, UAE എവിടെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനുള്ളൊരു ഉത്തരം തരാം. ഞാനിപ്പോ ഉള്ളത് UAE തന്നെ ഉമ്മൽക്കോയ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. മറ്റേ റാസൽ ഖൈമിലെ വലിയ വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് വരും ഉമ്മൽക്കോയ്. ഇവിടെ ഒരു കഫ്തേരിയയിലാണ് അച്ഛന്റെ ഫ്രണ്ടിന്റെ നമ്മളെ ഫാമിലി ആയിട്ട് രണ്ടു കൂട്ടരും കൂടെ നോക്കി നടത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. രാവിലെ ഒരു 5 മണിയോട് കൂടിയിട്ടാണ് കട തുറക്കുക. രാത്രി ഏകദേശം ഒരു 11:30 ആകുമ്പോഴത്തേനും അടച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മണിയാകുമ്പോഴത്തേനും തീരും. അങ്ങനെ മെസ്സും പരിപാടികളും ഡെലിവറിയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെയാണ് പോവായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഒരു ഫുഡിന്റെ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരും ഒരുപാട് ജീവിതങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഒരുപാട് കഥകളായിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുക. ഒരു ചായ കുടിക്കുന്ന നേരം കൊണ്ട് ഒരുപാട് കഥകൾ അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യും. ആൾക്കാർക്ക് വീട്ടിൽ കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം, ആ ഒരു സ്നേഹത്തിൽ കരുതലാണ് നമ്മൾ ഭക്ഷണം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കും അവരത്രയും പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരം പോക്കിന് വെറുതെ പിന്നെ ദുബായ് കണ്ടേക്കാന്ന് വെച്ച് വരുന്ന അങ്ങനെയുള്ളവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ 2 കൂട്ടർക്കും നാട്ടിൽ നിന്നൊക്കെ ഒരു കോള് വന്നു കഴിയുമ്പോൾ 2 തലയ്ക്കും തീ തന്നെയാണ്. എങ്കിലും അവരും കളിച്ചിരിച്ചൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ കഞ്ഞുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പാഷാണത്തി കൃമികൾ ഇവിടെ ഉണ്ട്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പോലെ ആൾക്കാർ പോണത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ ഈ കൃമി അടിക്കുന്നത്. അവർക്കത് ചിലപ്പോൾ ഇത് നേരം പോക്കായിരിക്കും, മറ്റവർക്ക് അത് ജീവിതമാണ്. അത് അവർ മനസ്സിലാക്കൂല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പാഷാണത്തി കൃമിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോട്ടാ. അടുത്ത വീഡിയോ കാണാം.